السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ധാരാളം സുന്നത്തുകൾ അവൻ്റെ ജീവിതത്തിൽ പകർത്താനുണ്ട്. ഈ സുന്നത്തുകളെക്കുറിച്ച് ഇന്ന് ചെയ്ത സുന്നത്തുകൾ തന്നെയാണ് നാളെയും ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റും അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ എന്നുള്ളത്. അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ നിത്യവും ചെയ്യുന്ന അമലുകൾ അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യേണ്ട സുന്നത്തുകൾ അത് നമ്മൾ മുടങ്ങാതെ നമ്മൾ ചെയ്യണം. ഇന്ന് സുന്നത്തുകളൊക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിൻ്റെ അവസാനം അടുക്കുമ്പോൾ ദീന് തന്നെ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞടുത്ത് കാണാൻ പറ്റും സുന്നത്തുകൾ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുസ്ലിം സമുദായം സുന്നത്തുകളെ നിരാകരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസികളാകുന്ന നമ്മൾ ഓരോ സുന്നത്തുകളും സൂക്ഷ്മതയോടുകൂടെ തന്നെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. വലിയ പ്രതിഫലങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ വലിയ കൂടുതൽ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ദിക്റുകൾ, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദിവസവും നമുക്ക് ചെയ്യാൻ കഴിയും. ഇതൊക്കെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യൻ സുബഹിയുടെ മുമ്പ് തന്നെ എഴുന്നേൽക്കുക, അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കണമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളെല്ലാവർക്കും ആഗ്രഹമുണ്ടാകും നേരത്തെ എഴുന്നേൽക്കണമെന്നത്. പക്ഷേ നമുക്ക് എഴുന്നേൽക്കാൻ പ്രയാസങ്ങളുണ്ടായിരിക്കും, പല കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എഴുന്നേൽക്കാൻ പറ്റുന്ന മാർഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നോക്കുക. ഈ രൂപത്തിൽ നമ്മൾ ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരത്തെ തന്നെ എഴുന്നേൽക്കും. എന്നിട്ട് നമ്മൾ പറഞ്ഞു, എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ദിക്റ് ചൊല്ലണം എന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ഈ ദിക്റ് നമ്മൾ ചൊല്ലണം എന്ന് പറഞ്ഞു. നമുക്ക് സമയം വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ മതി. എന്നാൽ ആ ദിക്റ് ചൊല്ലലോടുകൂടെ നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നമ്മളെ കെട്ടിയ ഒന്നാമത്തെ കെട്ട്, ഷാജി കെട്ടിയ ഒന്നാമത്തെ കെട്ട് അതോടുകൂടി അഴിഞ്ഞു പോകും. ഈ രണ്ട് കെട്ടുകൾ, അത് വുദു എടുക്കലും സുബഹി നിസ്കാരത്തോട് അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കാരത്തോടു കൂടെ ആ കെട്ടുകൾ അഴിഞ്ഞു പോകും. അപ്പം നേരത്തെ എഴുന്നേറ്റ് നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനി ആ ദിക്റ് ചൊല്ലിയതിൻ്റെ ശേഷം നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ 2 കൈകൾ ശരിക്ക് കഴുകുക എന്നുള്ളതാണ്. കാരണം ഔദും ബിസ്മി ഓതിയതിൻ്റെ ശേഷം, ചൊല്ലിയതിൻ്റെ ശേഷം 2 കൈകളും ശരിക്ക് കഴുകണം. എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടിക്ക് പോകാൻ പാടുള്ളൂ. കാരണം രാത്രിയിലൊക്കെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ കൈകൾ എവിടെയായിരുന്നു എന്നുള്ളത് അറിയൂല. അതുകൊണ്ട് തന്നെ അത് ഒരു തെറ്റായ കാര്യമെന്നല്ല പറഞ്ഞത്. കൈ എവിടെയായിരുന്നു നമുക്ക് അറിയൂല. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് സോപ്പിട്ട് തന്നെ നമ്മൾ 2 കൈയും ശരിക്കും കഴുകണം. സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ എഴുന്നേൽക്കുന്ന സഹോദരിമാരിന്, സുബഹി ബാങ്ക് കൊടുത്തിട്ട് എഴുന്നേൽക്കുന്ന സഹോദരിമാരും അധികം ആളുകളും ചിലപ്പോഴൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോകും. എന്നിട്ട് അവിടെ കമഴ്ത്തി വെച്ചിട്ടുള്ള പാത്രം എടുത്ത് ടാപ്പിൻ്റെ ചോട്ട് പോയിട്ടൊന്ന് ചുവറ്റിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് അടുപ്പ് വെക്കും. ഇതാണ് സാധാരണ ചെയ്യാറുള്ളത് കുറേയൊക്കെ. പക്ഷെ നമ്മൾ അവിടെയൊക്കെ നല്ല ശ്രദ്ധിക്കും. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ മുന്നോടിയായിട്ട് ശരിക്കും നമ്മൾ കൈ കഴുകണം. ഔദും ബിസ്മിയൊക്കെ ഓതിയതിൻ്റെ ശേഷം നമ്മൾ കൈ ശരിക്കും കഴുകണം. വലിയൊരു സുന്നത്താണ്. ആ ചെയ്യുന്നതിന് നെയ്യത്തുണ്ടായാൽ നമുക്ക് പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. നബിയുടെ സുന്നത്താണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്താൽ അതിന് നമുക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകും. ഇനി നമ്മൾ ആ കൈയൊക്കെ കഴുകിയതിൻ്റെ ശേഷം നമ്മൾ ചില ആളുകൾ ടോയ്ലറ്റിലേക്ക്, ബാത്റൂമിലേക്കായിരിക്കും പോവാം. ചില ആളുകൾ ബ്രഷ് ചെയ്യാനായിരിക്കും പോവാം. അപ്പോൾ ഏതായാലും നമ്മൾ കൈ കഴുകിയതിൻ്റെ ശേഷം ബ്രഷ് ചെയ്യുകയാണെങ്കിൽ തന്നെ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ബ്രഷ് ഒന്ന് ശരിക്കും കഴുകണം. നമ്മൾ ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്നലെ രാവിലെയൊക്കെ നമ്മൾ ബ്രഷ് ചെയ്ത് എടുത്തു വെച്ചതായിരിക്കും.
ചിലപ്പോൾ ചെറിയ ചെറിയ പ്രാണികൾ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ജീവികളൊക്കെ ഇങ്ങനെ പോയി കൂടെ കയറിപ്പോയിട്ടുണ്ടാവാം. അപ്പം നല്ലോണം ഒന്ന് കഴുകണം ബ്രഷ്. അതിൻ്റെ ശേഷം പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പല്ല് തേക്കും. പല്ല് തേക്കുന്നിടത്തും സുന്നത്തുകളുണ്ട്. അപ്പം നമ്മൾ അവിടെ തന്നെ പല്ല് തേക്കുക എന്നുള്ളത് വലിയ ദന്തശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവരോട് 5 നേരവും ബ്രഷ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു, നിർബന്ധിപ്പിക്കുമായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും എന്തായാലും ബ്രഷ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കും. ബ്രഷ് ചെയ്യുന്നിടത്ത് നബിതങ്ങളുടെ സുന്നത്താണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നമ്മൾ ബ്രഷ് ചെയ്താൽ അതിന് നമുക്ക് പ്രതിഫലം കിട്ടും. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ, അതിന് മുന്നോടിയായിട്ട് ബാത്റൂമിൽ പോകുന്ന ആളുകളാണെങ്കിൽ, ആരാണെങ്കിലും നിങ്ങൾ നോക്ക്, നമ്മൾ അറിയാതെ എന്ന് പറഞ്ഞാൽ സമയനഷ്ടമില്ലാത്ത രൂപത്തിൽ നമുക്ക് പ്രതിഫലങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മളെ അക്കൗണ്ടിലേക്ക് പ്രതിഫലങ്ങൾ ഇങ്ങനെ കയറി വരികയാണ്. ഇതൊന്നും ചെയ്യാതിരുന്നാൽ നമ്മുടെ മലക്കൾ നമ്മളെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ എഴുതണമെങ്കിൽ അവിടെ മലക്കൾ എഴുതാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് കുറേ നന്മകൾ ഇങ്ങനെ എഴുതാനുണ്ടാവും. തുടക്കം നിങ്ങൾ നോക്ക്, സുന്നത്തുകളോട് കൂടെ ഇങ്ങനെ കടന്നു വരാം. അപ്പോൾ നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ എന്തായാലും പോകില്ല, നമ്മൾ മലക്കളൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ അവിടെ ഒരുപാട് സുന്നത്തുകളുണ്ട്. അതിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് തല മറക്കുക എന്നുള്ളതാണ്. തല നമ്മൾ മറക്കണം. അതിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് എന്തിനാണ് തല മറക്കുന്നത് എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ചെരുപ്പ് ധരിക്കണം. ബാത്റൂമിൽ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടത് കാലം ബന്ധിച്ചിട്ട് വേണം നമ്മൾ കയറാനുള്ളത്. ഇങ്ങനെ സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട്, ഇതൊക്കെ എടുക്കുമ്പോൾ മുത്തനബിയുടെ സുന്നത്താണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ, നെയ്യത്തോടു കൂടെ നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ അതോടുകൂടെ കിട്ടുകയാണ്. അപ്പം നമ്മൾ ആ ബാത്റൂമിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തലമറക്കാം. ഇതൊന്നും ചിലവില്ലല്ലോ, നമുക്ക് സമയത്തിന് നഷ്ടമില്ല. എന്തായാലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സമയങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ തലമറക്കണം. ഇതൊക്കെ ജീവിതത്തിലും പകർത്തണം. നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ സുന്നത്തുകളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സുന്നത്തുകളെ വീണ്ടെടുക്കാനുള്ള ഒരു പ്രവണത, ഒരു പ്രയത്നം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ തലമറച്ച് ഇടത് കാൽ വെച്ച് കയറുന്നതിന് മുമ്പ്, ചെരുപ്പ് ധരിച്ച് ഇടത് കാൽ വെച്ച് കയറുന്നതിന് മുമ്പ് നമുക്ക് ദിക്ർ ചൊല്ലാം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്നുള്ള ദിക്ർ നമ്മൾ ചൊല്ലണം. അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ആ സുന്നത്ത് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ കയറാം. എന്നിട്ട് ബാത്റൂമിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പോലും സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ നേരം ബാത്റൂമിൽ ഇരിക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ ഒരുപാട് സമയം, 1 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ, ആളുകൾ വസ്വാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഏതായാലും കൂടുതൽ സമയം ബാത്റൂമിൽ ഇരിക്കൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. കുറഞ്ഞ സമയം കൊണ്ട് ബാത്റൂമിൽ കയറി. കാരണം അത് നല്ലൊരു സ്ഥലമല്ലാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ചും ബാത്റൂം എന്ന് പറയുന്നത് തെറ്റായ ചിന്തകൾ കടന്നു വരാൻ കൂടുതൽ സാധ്യതകളുള്ള മേഖലയാണ്. കാരണം ശൈത്താനിൻ്റെ, ഇബ്ലീസിൻ്റെ കൂടുതൽ മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ബാത്റൂം എന്നൊക്കെ പറയും. അതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ അവിടെ ചിലവഴിക്കാതെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിച്ചിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടേക്ക് കയറുമ്പോഴുള്ള സുന്നത്ത്, അതുപോലെ തന്നെ ശുദ്ധീകരണം നടത്തി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്ൻ ഫർജി മിനൽ ഫവാഹിഷ് എന്നുള്ള ദിക്ർ ചൊല്ലണം. ഇപ്പം ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം എന്തായാലും ചെല്ലൽ നടക്കില്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്ൻ ഫർജി മിനൽ ഫവാഹിഷ് എന്നുള്ള ദിക്ർ ചൊല്ലണം. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നമ്മൾ വലത് കാല് മന്ദിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഒക്കെ സുന്നത്തുകളാണ്. ഏതായാലും നമ്മൾ കാലെടുത്ത് വെക്കണം. എടുത്തു വെക്കുന്ന കാല് വലത് കാലായാൽ അതിനും കൂടി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സുന്നത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലികളാണ്, പ്രതിഫലങ്ങളാണ്. മലക്കൾ നമ്മളെ ബുക്കൊക്കെ എഴുതാൻ, അക്കൗണ്ടൊക്കെ തുറക്കുമ്പോൾ നമുക്ക് കുറേ സുന്നത്തുകൾ അവിടെ എഴുതാനുണ്ടാവും. അപ്പോൾ ഇതൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പം അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ആ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്ൻ ഫർജി മിനൽ ഫവാഹിഷ് എന്നുള്ള ദിക്ർ ചൊല്ലണം. ഇതിൻ്റെ കൂടെ പ്രധാനമായും ചെല്ലേണ്ടത് ഗുഫ്റാനകൽ ഹംദു ലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്നുള്ള ദിക്ർ നമ്മൾ ചൊല്ലണം. ഈ ദിക്റൊക്കെ ചൊല്ലലോടുകൂടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടാൻ പോവാണ്.
ഇതൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നിപ്പോകും, ഇതൊക്കെ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളല്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, നമ്മൾ പല്ലും ബ്രഷ് ചെയ്യുന്നുണ്ട്, ബാത്റൂമിൽ പോകുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമല്ലേ. പക്ഷെ ആ ചെയ്യുന്നതിനോട് കൂടെ ഈ കാര്യങ്ങളും കൂടെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ തുടക്കം തന്നെ ദിവസത്തിൻ്റെ തുടക്കം തന്നെ സുന്നത്തുകളുമായിട്ട് ഒരുപാട് നമുക്ക് കിട്ടുകയാണ്. ഇങ്ങനെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി വന്ന് പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത് സുബൈയുടെ മുമ്പ് എഴുന്നേൽക്കുന്നതിനെ കുറിച്ചാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വുളൂ എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി വന്നിട്ട് ചില ആളുകൾ ബ്രഷ് ചെയ്യും, ബ്രഷ് ചെയ്തിട്ട് ബാത്റൂമിൽ പോകുന്ന ആളുകളുണ്ട്. എങ്ങനെയായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വുളൂ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകും. അപ്പോൾ അവിടെയും ഒരുപാട് സുന്നത്തുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. ഇൻഷാ അല്ലാഹ് വുളൂവിനെ കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ദിക്ർ ചൊല്ലിയതിൻ്റെ ശേഷം നമ്മൾ ആദ്യം കൈകൾ രണ്ടും ശരിക്കും കഴുകണമെന്ന് പറഞ്ഞു. ഔദു ബിസ്മിയൊക്കെ ഓതിയതിൻ്റെ ശേഷം കഴുകി പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രഷ് ഒന്ന് കഴുകണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ സുന്നത്തുകളും കാര്യങ്ങളും, ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഇതിൻ്റെ ഇടയിൽ ഇനിയും പല സുന്നത്തുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ചെയ്യുന്നിടത്ത് തന്നെ പല സുന്നത്തുകളും ഇനിയുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചുരുങ്ങിയൊരു വിഷയം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല നെയ്യത്തോടു കൂടെ, ഇതൊക്കെ മുത്തുനബിയുടെ സുന്നത്താണ്, ഇത് സുന്നത്തായിട്ട് ചെയ്യാൻ പറയപ്പെട്ട കാര്യങ്ങളാണ്, അതുകൊണ്ട് ആ സുന്നത്തുകൾ ഞാൻ എടുക്കുന്നു എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നമ്മൾ ചെയ്താൽ നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ അല്ലാഹു തആല നൽകുന്നതാണ്. ഈ സുന്നത്തുകളെ നമ്മൾ കൂടുതൽ എടുക്കും തോറും അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാണ്, ഒരു രൂപരേഖയാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട് സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ അല്ലാഹു നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.